ഹായ്. അമുൽ ദ ടേസ്റ്റ് ഓഫ് ഇന്ത്യ, അമുൽ കേരളത്തിന്റെ ഭാഗമായിട്ട് അമുലിന്റെ പ്രോഡക്ട്സ് വെച്ചിട്ടുള്ള ഒരു വിഭവമാണ് ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. നമ്മളിന്ന് ലോഡഡ് ഫ്രൈസും ഒരു മിൽക്ക് സർബത്തുമാണ് നമ്മളിന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ മെയിൻ ആയിട്ട് എടുക്കുന്നത് അമുലിന്റെ ഫ്രഞ്ച് ഫ്രൈസ് ആണ്. നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് ആണ് ലോഡഡ് ഫ്രൈസിന് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത്. അപ്പൊ അമുലിന്റെ ഒരു ഫ്രഞ്ച് ഫ്രൈസ് ആണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ആ ഒരു പാക്കറ്റാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത്. രണ്ടാമത് നമ്മൾ അമുലിന്റെ ചീസ്, ഡൈസ്ഡ് ചീസാണ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നത് അമുലിന്റെ ഷോപ്പില്. അപ്പൊ ഇതും പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ചിക്കൻ നഗറ്റ്സ് ആണത്, ഞാൻ പീസാക്കി വെച്ചിരിക്കുന്നതാണ്. പിന്നെ നമ്മൾ കുറച്ച് ഒറിഗാനോസും ചില്ലി ഫ്ലേക്സ്, ആവശ്യത്തിന് ഉപ്പ്, സോസ്, മയണൈസ്, ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ലോഡഡ് ഫ്രൈസിനായിട്ട് വേണ്ടത്. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മൾ ഇത് ഫ്രൈ ചെയ്യാനായിട്ട് വയ്ക്കണം. ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒന്ന് ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് അമുലിന്റെ ഫ്രഞ്ച് ഫ്രൈസ് നമ്മളിവിടെ പാക്കറ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അമുലിന്റെ ഫ്രഞ്ച് ഫ്രൈസ് നമുക്ക് എടുക്കാം. വലിയ പീസാണ്, നമുക്ക് വേണമെങ്കിൽ ഇത് രണ്ടായിട്ട് യൂസ് ചെയ്യാം. അപ്പൊ നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് ചൂടായ എണ്ണയിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. അപ്പുറം ഇത് അമുലിന്റെ പ്രോഡക്ട്സ് ആണ്. നമുക്ക് എണ്ണ ചൂടാവുന്നവരെ ഒന്ന് പരിചയപ്പെടാം. ഇത് ഫ്രൂട്ട് ആൻഡ് നട്ട് ഡാർക്ക് ചോക്ലേറ്റ് ആണ്, നല്ല ടേസ്റ്റി ആണ്. പിന്നെ അമുൽ ഗോൾഡ്, മിഠായി മേറ്റ്, അമൂല്യ, അങ്ങനെ ഒത്തിരി പ്രോഡക്ട്സ് ഉണ്ട് അമുലിന്. നമുക്ക് ഇന്ന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസിനുള്ളതാണ് നമ്മൾ മേടിച്ചിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ഇത്രയും വെച്ചിട്ട് ടേസ്റ്റി ആയിട്ടുള്ള വിഭവങ്ങൾ തയ്യാറാക്കാം. കുട്ടികൾക്കൊക്കെ ഏറ്റവും കുട്ടികളിപ്പോ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ് അമുൽ ഇത് ലോഡഡ് ഫ്രൈസ്, ഫ്രഞ്ച് ഫ്രൈസ്, ലോഡഡ് ഫ്രൈസ് ഒക്കെയാണ് കുട്ടികളുടെ ഏറ്റവും പ്രിയപ്പെട്ട വിഭവം. അപ്പൊ നമുക്ക് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഓക്കെ, എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മളുടെ ഫ്രഞ്ച് ഫ്രൈസ് ഇട്ട് കൊടുക്കാം. ഫ്രഞ്ച് ഫ്രൈസ് നന്നായിട്ട് ഫ്രൈ ആയി വരട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം.
നമ്മള് ഫ്രഞ്ച് ഫ്രൈസ് ഇവിടെ നന്നായിട്ട് ഗോൾഡൻ ഫ്രൈ ആണോ വരെ നമ്മളിത് വറുത്തെടുക്കണം. നല്ല തിക്നെസ് ഉണ്ട്, വലുപ്പമുണ്ട്. നമുക്ക് സാധാരണ നമ്മൾ ചെയ്യുമ്പോൾ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് ചെയ്യാൻ പറ്റില്ല. അമൂലിന്റെ ഈ പാക്ക് വാങ്ങിക്കണമെങ്കിൽ നമുക്ക് നല്ല നല്ല ഒരു ക്രിസ്പി ആൻഡ് അധികം സമയം ചെലവാക്കാതെ നമുക്കിത് വേഗത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ വരുന്നതാണെങ്കിൽ ഇതിന്റെ പ്രൈസ് ആണെങ്കിൽ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് ആണ് വരുന്നത്. 90 rupees ആണ് ഈ പാക്കറ്റിന് വരുന്നത്. നമുക്ക് പ്രൈസ് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് ആയി കിട്ടുന്നുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് ആണ്. കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടമുള്ള ഒരു വിഭവമാണ് ഫ്രഞ്ച് ഫ്രൈസ്. നമ്മൾ അടുത്ത സെറ്റ് റൈസും കൂടി ഒന്ന് വറുത്ത് കോരി എടുക്കാം. നല്ല അത്യാവശ്യം ഗോൾഡൻ കളറായിട്ട് തന്നെ എടുക്കണം. നിങ്ങൾക്ക് ഇപ്പോൾ വീഡിയോ കാണുമ്പോൾ അറിയാൻ പറ്റും കുക്കിംഗ് ടൈം നമുക്ക് കുറച്ച് കുറവേ ആവുന്നുള്ളൂ. കാരണം പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടില് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഫ്രഞ്ച് ഫ്രൈസ് റെഡി ആവട്ടെ. അപ്പോഴേക്കും നമുക്ക് നമ്മളുടെ ബാക്കിയുള്ള സാധനങ്ങളൊന്ന് എന്തൊക്കെയാണെന്ന് പരിചയപ്പെടാം. നമ്മൾ ഇത് ഓർഗാനോ ഉണ്ട്, പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഉണ്ട്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, മയണൈസ് ആൻഡ് കെച്ചപ്പ്. ഇത് നമ്മൾ തന്തൂരി മയണൈസ് ആണ് പിന്നെ ഇതിൽ ഉപയോഗിക്കുന്നത്. ഇത് ചീസ്, ചെഡാർ ചീസാണ്, അതായത് ഡൈസ്ഡ് ആണ്. അപ്പം നമുക്ക് ഇതിന് മേളിൽ കുറച്ച് തൂവി കൊടുത്താൽ മതി. ഇതാണ് നമ്മളുടെ ഇപ്പോൾ എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം എന്ന് പറയുന്നത് ഗാർലിക്. നമ്മൾ ബട്ടർ വാങ്ങിക്കും, പക്ഷെ ഈ ഗാർലിക് ഹെർബ്സ് ഉള്ള ബട്ടർ ആകുമ്പോഴേക്കും കുറച്ചുകൂടി ടേസ്റ്റ് ആണ്. ബ്രെഡിൽ ടോസ്റ്റ് ചെയ്തിട്ട് നമ്മൾ കഴിക്കുമ്പോൾ ഗാർലിക് ബ്രെഡിന്റെ ടേസ്റ്റ് നമുക്ക് അതിൽ നിന്ന് കിട്ടും.
നമ്മൾ ലൈവ് ആയതുകൊണ്ട് തന്നെ കുക്കിംഗ് ടൈം കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും എത്ര വേഗത്തിലാണ് നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതെന്നുള്ളത്. ഹായ് ഹരികൃഷ്ണൻ, ആരൊക്കെയാണ് ലൈവിൽ വന്നിട്ടുള്ളത്? Hey, Miss Saibuddin, Miss Babul Haq, hi Naushad, Girija, Ashok Kumar. Thank you for watching my video. നമ്മൾ അടുത്ത സെറ്റും ഫ്രഞ്ച് ഫ്രൈസ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് അതുകൂടി ഒന്ന് വറുത്ത് കോരി എടുക്കാം. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ ഒരു കുട്ടി ഷെഫുണ്ട് ഹെൽപ്പ് ചെയ്യാനായിട്ട്. പിന്നെ 2 ക്യാമറാമാൻമാരുണ്ട്. അവരൊക്കെയാണ് നമ്മളുടെ ലൈവ് വീഡിയോയിൽ ഹെൽപ്പ് ചെയ്യുന്നത്. കുട്ടി ഷെഫിനൊന്ന് കാണിച്ചു കൊടുക്കുക. ഹായ് ഷിഫ, ഷിഫക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഡിഷ് എന്താണ് അമുലിന്റെ? ലോഡഡ് ഫ്രൈസും പിന്നെ ലോഡഡ് ഫ്രൈസ്. പിന്നെ വേറെ ഏതാണ്? നമ്മുടെ ഫ്രൈസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അതിലത്തെ എണ്ണ പോകട്ടെ. അപ്പോഴേക്കും നമ്മൾ ചിക്കൻ, ലോഡഡ് ഫ്രൈസില് വേറെ ഒരു അത്യാവശ്യമുള്ളൊരു സാധനമാണ് ചിക്കൻ. നമുക്ക് ആവശ്യത്തിന് ചിക്കനും കൂടി ഇതിലിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളെ നഗറ്റ്സ് ആണ്. നഗറ്റ്സ് ഉണ്ടാക്കിയിട്ട് അത് സ്ലൈസ് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് ഒന്നുകൂടി നല്ല ക്രിസ്പി ആയിട്ടും ടേസ്റ്റി ആയിട്ടും ചെയ്യാനായിട്ട് പറ്റും. ഈ നഗറ്റ്സ് കൂടി നമുക്ക് നന്നായിട്ട് ഡീപ് ഫ്രൈ ചെയ്ത് എടുക്കാം. ഫ്രൈ ആവട്ടെ, നന്നായിട്ട് ഡീപ് ഫ്രൈ ആകട്ടെ കേട്ടോ. ആരൊക്കെയാണ്? ജോൺ കുട്ടി ഹായ്, മിസ് സൈബുദ്ദീൻ, നൗഷാദ്, മിനി സുരേഷ് ഹായ്. നന്നായിട്ട് ഫ്രൈ ആവട്ടെ. ചിക്കൻ ഉണ്ടാക്കണം. ആദ്യം നമുക്ക് ജഗ്ഗെടുക്കാം. ഉള്ളിത്തോടെ അതിലേക്ക് നമുക്ക് എടുക്കാം. ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര കൊടുക്കാം. ഇത് ബദാം റസിനാണ്. പിന്നെ ചിയാ സീഡ് വെള്ളത്തിലിട്ടാണ്. ഗോൾഡിന്റെ പാലാണ്. നമുക്ക് വെറുതെ വേണമെങ്കിൽ കുടിക്കാം. അപ്പൊ ഒരു ജഗ് എടുക്കാം. അതിനാവശ്യത്തേക്ക് ഒരു പഞ്ചസാര എടുക്കാം, ബദാം എടുക്കാം. ബദാം ലാസ്റ്റ് പറയണ്ട. ചെയ്യല്ലേ? തെറ്റല്ലേ? അപ്പോഴേക്കും നമ്മളുടെ ഈ ചിക്കൻ നഗറ്റ്സും കൂടി നന്നായിട്ട്
ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണം, എന്നാലാണ് നമുക്കതിൽ ടേസ്റ്റ് ക്രിസ്പി ആയിട്ടിരിക്കുമ്പോഴാണ് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ലോഡഡ് ഫ്രൈസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, നമുക്കിനി ഇതും ഒരു പ്ലേറ്റിലേക്ക് കോരി മാറ്റാം. അടുത്തതായിട്ട് നമ്മളിനി പ്ലേറ്റിംഗ് ആണ് ചെയ്യുന്നത്. ലോഡഡ് ഫ്രൈസ് നമ്മൾ ഓരോ ഫ്രൈസും ഇതെല്ലാം വറുത്തെടുത്ത ശേഷം നമുക്കിനി പ്ലേറ്റിങ്ങിലേക്ക് കടക്കാം. ഹായ്. അല്ല അല്ല, ഇപ്പോഴല്ല, നമ്മളെ നമ്മളുടെ എടുത്ത് വെച്ചിരിക്കുന്ന റൈസിലേക്ക് എണ്ണയൊക്കെ പോയി കണ്ടോ. റൈസ് നല്ല ക്രിസ്പി ആൻഡ് നല്ല ലെങ്ത് ഉള്ളൊരു റൈസാണ്. ഇതിലേക്ക് നമുക്ക് അല്പം പെരി പെരി മസാല ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് സോൾട്ട്, നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ സോൾട്ട് ഇട്ടിട്ടില്ല, അപ്പോൾ അത്യാവശ്യം സോൾട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സോസും മയണൈസും, ഇതാണ് നമ്മുടെ മയണൈസ്. ഈ മയണൈസും സോസും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരു ആവശ്യത്തിന് ഒരു സ്പൂൺ മയണൈസാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഇടുന്നത്. ഒരു സ്പൂൺ സോസും കൂടി ഇട്ട് ഇത് നന്നായിട്ട് ഇത് രണ്ടും മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സോസും മയണൈസും മിക്സ് ഈ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫ്രഞ്ച് ഫ്രൈസിലേക്ക് മിക്സ് ചെയ്യാം നന്നായിട്ട്. ഇത് മിക്സ് ചെയ്ത് നമുക്ക് മിക്സ് ചെയ്യാതെ മേളിൽ ടോപ്പിങ്സ് ആയിട്ട് ഒഴിച്ചു കൊടുക്കാം. പക്ഷെ മിക്സ് ചെയ്യുമ്പോഴാണ് ആ മയണൈസിന് അതിൻ്റെ എല്ലാ ടേസ്റ്റും പിടിച്ചിട്ട് ലോഡഡ് ഫ്രൈസ് കുറച്ചുകൂടി ടേസ്റ്റി ആയിട്ട് വരുന്നത്. നമ്മൾ റൈസ് മിക്സ് ചെയ്തത് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ, വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഇതിൻ്റെ മേലിലേക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, എല്ലാ ഭാഗത്തേക്കും ആ ചിക്കൻ നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മളിവിടെ തന്തൂരി മയമാണ് എടുത്തിട്ടുള്ളത്. ഈ തന്തൂരി മയോ കുറച്ച് അതിൻ്റെ മേളിലേക്ക് നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കട്ടിയായിട്ടാണ് തോന്നുന്നു, മയണൈസ് വരുന്നില്ല. നമുക്കത് കുറച്ച് മതി, കാരണം ഓൾറെഡി നമ്മൾ ഇതിൽ മയണൈസ് ആഡ് ചെയ്തിട്ടുണ്ടല്ലോ. മയണൈസും സോസും വേണമെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടം. ഇത് ഹോം മെയ്ഡ് മയണൈസ് ആയതുകൊണ്ടാണ് നമ്മൾ ഇത്ര, അതായത് ഓയിൽ ലെസ് ആയിട്ടുള്ള മയണൈസാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ശേഷമാണ് അവസാനമാണ് നമ്മളുടെ താരം അമൂൽ ചീസാണ്. അമൂൽ ചീസ് നമ്മൾ ഇത് നമുക്ക് ഡൈസ്ഡ് ആണ്. അപ്പം നമ്മൾ ഇനി ഇത് കട്ട് ചെയ്യാനും മറ്റും നിൽക്കണ്ട, ഡൈസ് ചെയ്തിട്ടുള്ള ചീസാണ്. അപ്പം നമുക്കിത് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മേലിലേക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, ആവശ്യത്തിന് നമുക്ക് ആവശ്യാനുസരണം ഇങ്ങനെ യൂസ് ചെയ്യാം. ഡൈസ്ഡ് ചീസ് നമ്മൾ ആവശ്യത്തിന് ഇതിൻ്റെ മേളിലേക്ക് ഇട്ട് കൊടുക്കുന്നു. ശേഷം നമുക്കതൊന്ന് ഒന്നുകൂടി ഒന്ന് അടുപ്പത്ത് വെച്ച്
ഈ ചീസ് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാനൊരു തവയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഓവൻ ഉണ്ടെങ്കിൽ ഓവനിൽ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ ബേക്ക് ചെയ്തെടുത്താൽ മതി. അല്ലെങ്കിൽ ഇപ്പോൾ നമുക്കിവിടെ ഓവനൊന്നും ഇല്ലാത്തതുകൊണ്ട് തവ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ വെച്ചു. ഇനി ഇതൊന്ന് ഒരു അലൂമിനിയം ലിഡ് വെച്ച് കവർ ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്മളുടെ ഒന്നാമത്തെ വിഭവം. ഇനി നമുക്ക് അടുത്ത വിഭവം എൻ്റെ കുട്ടി ഷെഫായ ഷിഫയാണ്. ഷിഫയുടെ സ്പെഷ്യൽ ഡ്രിങ്ക്. ഇത് ഞങ്ങളുടെ മാമ നോമ്പിന് നമുക്ക് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി തരുന്ന ഒരു ഡ്രിങ്കാണ്. അത് ഷിഫയാണ് ഇന്നിപ്പോൾ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് നമുക്ക് ജഗ് എടുക്കാം. ഹായ് ഫ്രണ്ട്സ്, നമുക്കപ്പോൾ ജഗ് എടുക്കാം. ഫസ്റ്റ് ജഗ്ഗിൽ ആവശ്യമായിട്ട് പഞ്ചാര എടുക്കാം. പിന്നെ ഇത് എടുക്കാം. ഇത് ബദാം റെസിനാണ്. ബദാമിന്റെ റെസിൻ കിട്ടും, നമ്മൾ അത് സോക്ക് ചെയ്തതാണ്. ഇത് വന്നിട്ട് ചിയ സീഡ് സോക്ക് ചെയ്തതാണ്. ഇനി കുട്ടികൾക്ക് പോലും എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. ഇതാണ് ഷിഫയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള 2 ഐറ്റം. അമൂലിന്റെ മിഠായി മീറ്റും അമൂലിന്റെ വാനില ഐസ്ക്രീം. കണ്ടോ, വാനില ഐസ്ക്രീം പറയുമ്പോ തന്നെ ഷിഫയ്ക്ക് സന്തോഷം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോ, കുക്ക് ചെയ്തോ ഷിഫ. ആവശ്യത്തിനായിട്ട് പഞ്ചസാര എടുക്കാം. ആവശ്യത്തിനായിട്ട് പഞ്ചാര ഇടാം. 2 കപ്പ് പഞ്ചാര ഇടാം. ആവശ്യത്തിനായിട്ട് ഈ സാധനം ഇടാം. ഇതിടാം. ഒരു കയ്യിലെടുക്കട്ടെ, വെയിറ്റ് ആണ്. എന്നിട്ട് ഇതിടാം. ഇതൊരു കയ്യിലിടാം. 2 സ്പൂൺ ഇടാം. അതതിനകത്ത് ചിയ സീഡ് സോക്ക് ചെയ്ത ചിയ സീഡ് 2 കയ്യിലിടാം. 2 സ്പൂണോ 3 സ്പൂണോ ഇത്ര ഇടാം. 3 സ്പൂണാണ് ഞാൻ ഇടുന്നത്. അത് കഴിഞ്ഞിട്ട് ഗോൾഡാണ്, അമൂലിന്റെ ഗോൾഡ് മിൽക്ക് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഗോൾഡ് മിൽക്ക് ഇത്തിരി അതിലേക്ക് ഒഴിക്കാം. ഇത് ഒഴിച്ച് വറുക്കാനാണ്. ഇതൊക്കെ ഒഴിച്ചെടുക്കാം. മിഠായി അമൂലിന്റെ മിഠായി ഇടുമ്പോ ഒരു സ്പൂൺ ഇല്ല, അതൊഴിച്ചോ. ഇത് ഒഴിക്കാം. അപ്പൊ നമ്മൾ ഓൾറെഡി ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരു 1/2 ബോട്ടില് മിൽക്ക് മെയ്ഡ് മതിയാവും നമുക്ക്. അപ്പൊ നമുക്ക് പിന്നെ മിക്സ് ചെയ്യാം. നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇത് അടിയിട്ടായിരുന്നു. ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇത് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഐസ് ക്യൂബ്സ് ഇടാനുള്ള. ഐസ് ക്യൂബ്സ് ഇടുമ്പോൾ ഇത് അത്യാവശ്യം കൂളായിട്ട് നമുക്ക് കിട്ടും. ഇനി നമ്മൾ ലാസ്റ്റില് കുറച്ച് ഐസ്ക്രീം കൂടി ഇട്ടെടുക്കാം. നമ്മള് ചിയ സീഡോട് ഇടുമ്പോഴാണ് അത് കൃത്യമായിട്ട് നമുക്കത് ടേസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. നന്നായിട്ട് നമുക്ക് ഇതിനോട് മിക്സ് ചെയ്ത് കൊടുക്കാം.
തേങ്ങയും മരുന്നും മിക്സ് ചെയ്യണം. അപ്പൊ ഇളക്കി കൊടുക്കാൻ നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് അപ്പൊ നമുക്ക് ഇത്തിരി ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. നമുക്ക് കയ്യിലോട്ട് 2-3 ഐസ് ക്യൂബ്സ് കൊടുക്കാം. അതിലോട്ട് നന്നായിട്ട് ഐസ് ക്യൂബ്സ് ഒക്കെ ഇട്ട് കൊടുക്കാം. ഐസ് ക്യൂബ്സ് കുറച്ച് ഇട്ടെടുത്തു തണുപ്പിനായിട്ടാണ്. ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി ഇളക്കണം. ഐസ് ക്യൂബും കൂടി മിക്സ് ആവാനായിട്ട് ഒന്ന് നോക്കാം. ഐസ് ക്യൂബ്സ് ഒന്നും കൂടി ഇതാവട്ടെ. ഇളക്കി കൊടുത്തിട്ടുണ്ട്. ബദാം ഇടരുത് നമുക്ക്. പിന്നെ നമുക്ക് ബദാം കുറച്ച് ഇട്ടെടുക്കാം. ഷിപ്പാക്ക് ഹായ് ഒക്കെ പറയുന്നുണ്ട്. ഷെമിയാൻ്റെ ഉണ്ട്, മിച്ചുക്കാക്ക് ഉണ്ട്, പിന്നെ ആരാണ് നൗഷാദ് റയ്യാൻ്റെ ഉണ്ട്. ഹായ് പറയും ഷിഫ എല്ലാവർക്കും. ഹായ്. നമുക്ക് ബദാം ഇട്ടെടുക്കാം. നമുക്ക് ഇട്ടെടുത്തിട്ട് വീണ്ടും ഒന്നും കൂടി ഇളക്കാം. ബദാം അടി പോവാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ഇളക്കുന്നത്. അപ്പൊ വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. കുട്ടികൾക്ക് പോലും നമുക്ക് എളുപ്പത്തിൽ ഈ ഒരു ഡ്രിങ്ക് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. എളുപ്പമാണ് എല്ലാവർക്കും. ഇത് ഞങ്ങളുടെ ക്യാമറമാൻ സൗഫറാണ്. പിന്നെ ഒരു ക്യാമറ അസിസ്റ്റന്റ് കൂടി ഉണ്ട്. പിന്നെ ഓക്കെ, നമ്മുടെ മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇത് അടച്ചു വെക്കാം. നമുക്ക് നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് കൂടി ആയിട്ട് നമുക്കിത് സെർവ് ചെയ്യാം. ഞാനിത് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ എല്ലാവരും കണ്ടല്ലോ. സിമ്പിളായിട്ട് കൊച്ചു കുട്ടികൾക്ക് വരെ ഉണ്ടാക്കാൻ എളുപ്പമായതാണ് ഇത്. അപ്പൊ എനിക്കും കൂടി ഇത് ഇഷ്ടപ്പെട്ടതാണ്. മാമ നോമ്പിന് ഉണ്ടാക്കി തന്ന സാധനമാണ്. അത് ഞാനൊന്നും കൂടെ ഇവിടെ പറഞ്ഞതാണ്. ഇത് തയ്യാറാക്കാൻ സിമ്പിളും എളുപ്പവുമാണ്. അപ്പൊ ഇത്തിരി മിക്സും ഒരിത്തിരി സാധനങ്ങളും മാത്രം മതി. അപ്പൊ ഇത് സിമ്പിളായിട്ട് റെഡി ആയി കിട്ടിയായിരുന്നു. ഒരു 5 മിനിറ്റ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചാലോ? ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം കേട്ടോ. ഒത്തിരി ഗ്ലാസ്സിലോട്ട് ഒഴിച്ചിട്ടുണ്ട് ഗൈസ്. ഗ്ലാസ്സിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. മറ്റേ 2 ഗ്ലാസ്സിലോട്ടൊന്ന് ഒഴിച്ചു കൊടുത്തേക്കാം. രണ്ട് ഗ്ലാസ്സിലും വെച്ചിട്ടുണ്ട് നമ്മ. അപ്പൊ ഞങ്ങളെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മള് 2 ഗ്ലാസ്സിലും ആക്കി കൊടുത്തിട്ടുണ്ട്. ഞാൻ 2 ഗ്ലാസ്സിലും കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഹായ് തന്ന എല്ലാവർക്കും ഞാൻ ഒരിക്കൽ കൂടി ഹായ് പറയണത്. അപ്പൊ അതേ ലോഡഡ് ഫ്രൈസ് നമ്മൾ റെഡി ആയിട്ടുണ്ട്. ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ലോഡഡ് ഫ്രൈസ് ചീസൊക്കെ മെൽട്ടായി അടിപൊളിയായി റെഡി ആയിട്ടുണ്ട്. ലോഡഡ് ഫ്രൈസ് വിത്ത് മിൽക്ക് ഷേക്ക്, അമുലിന്റെ
ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്യാനായിട്ട് ഇവിടുത്തെ പ്രധാന ടേസ്റ്റ് മാസ്റ്ററെ നമുക്ക് വിളിക്കാം. സഫർ. സഫർ ഫോർക്കൊക്കെ എടുത്ത് റെഡിയായി നിൽക്കണേ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സഫർ ടേസ്റ്റ് ചെയ്തിട്ട് പറ എങ്ങനെ ഉണ്ടെന്ന്. ചീസൊക്കെ നല്ല ചീസി മെൽട്ടായി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. സൂപ്പർ ആയിട്ടുണ്ട്. സഫറിന് കൊതിയുണ്ട്, പിന്നെ ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ വേണ്ടി നോക്കണേ. പൊന്നു എന്നാ മിൽക്ക് ഷേക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പൊന്നു പറയൂ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഷീപ്പ് ഉണ്ടാക്കിയോണ്ടാണ് പറയണ. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ ഓക്കെ, ഞങ്ങളുടെ ഈ ഒരു ലൈവ് വീഡിയോ കണ്ട എല്ലാവർക്കും സ്പെഷ്യൽ താങ്ക് യു. ബൈ ബൈ. ബൈ ബൈ. അമുൽ ദ ടേസ്റ്റ് ഓഫ് ഇന്ത്യ, അമുൽ കേരള എല്ലാവരും ആ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കേ.